നമസ്കാരം. കരിങ്കുന്ന് സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ഇലക്ട്രിക് പ്ലാസ്മ സ്റ്റൗ. അതായത് നമ്മുടെ സാധാരണ ഗ്യാസ് സ്റ്റൗ ഒക്കെ കത്തിക്കുന്നുണ്ടെങ്കിൽ തീയായിട്ട് തന്നെ കത്തി നിൽക്കും. പക്ഷേ നമ്മൾ കറണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർക്കൊരു സംശയം തോന്നി കറണ്ടിൽ ഇങ്ങനെ തീയായിട്ട് കത്തുമെന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മളിന്ന് നോക്കുന്ന വിഷയം. ശരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉള്ളതാണോ അല്ലയോ, അതുപോലെ തന്നെ ഇത് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും എങ്ങനെ തിരിച്ചറിയാനായിട്ട് പറ്റും, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, അതായത് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ ഇൻഡക്ഷൻ കുക്കറും ഇതുമായിട്ടൊക്കെ നമ്മൾ തട്ടിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ഏതാണ് കൂടുതൽ എഫിഷ്യൻസി കൂടുതലുള്ളത്, അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങളും ഇതിൻ്റെ ദോഷങ്ങളും എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കുറേ വിശേഷങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആളുകളുടെ ഒരു സംശയമാണ് ഇങ്ങനെ കറണ്ടിൽ ഇത് തീയായിട്ട് തന്നെ കത്തി നിൽക്കുന്ന ആ ഒരു രീതിയിലുള്ള ഈ ഒരു സംഭവം, ഈ പ്ലാസ്മ സ്റ്റൗ ഇത് ശരിക്കും ഉള്ളതാണോ ഇല്ലെന്നുള്ളത്. ഇത് ശരിക്കും ഉള്ളത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ഒറിജിനൽ ഏതാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ്, ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് തന്നെയുള്ളൊരു കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചോട്ടെ എന്ന് ചോദിച്ചു. അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വരുന്ന ലിങ്കുകളാണ് കൂടുതലും എനിക്ക് അയച്ചു തരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കൂടെ ഒരാൾ എനിക്ക് അയച്ചു തന്നു. ഈ വീഡിയോയിലൊക്കെ പറഞ്ഞിരിക്കുന്നു ഒരു വലിയൊരു പൈൻറ്റ് കൂട്, ആ പൈൻറ്റ് കൂട് എടുത്ത് പൊട്ടിക്കുന്നു, അതിനകത്ത് നേരെ സ്റ്റൗ എടുത്ത് മുകളിലേക്ക് വെക്കുന്നു, അതിൻ്റെ ഒരു നോബുണ്ട് അതിൽ, അത് തിരിച്ച് കഴിയുമ്പോൾ തന്നെ അപ്പോൾ തന്നെ ഫൂന്നിങ്ങനെ ഭയങ്കരമായിട്ട് കത്തി നിൽക്കുകയാണ്. അതായത് നമ്മുടെ സാധാരണ സ്റ്റൗ ഉണ്ടല്ലോ, നമ്മുടെ ഗ്യാസ് സ്റ്റവ്, അതിൽ കത്തുന്നതിനെ കഴിഞ്ഞും ശക്തമായ രീതിയിൽ കത്തി നിൽക്കുകയാണ്. പക്ഷേ ചിലതിനകത്ത് ഈ ചെറിയൊരു ബാറ്ററി, ഒന്നോ രണ്ടോ ബാറ്ററി ഇട്ടിട്ട് കത്തിക്കുന്നതായിട്ട് കാണിക്കുന്നു. അതുപോലെ തന്നെ ചിലത് ചെറിയൊരു പ്ലഗ് സോക്കറ്റോട് കുത്തിന് ശേഷം കത്തിക്കുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത്, അതായത് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് തന്നിട്ടുണ്ട്. ഒരാൾ വാട്സപ്പിനകത്ത് ഇത് വാങ്ങിക്കുന്നതിന് മുൻപായിട്ട് എനിക്ക് തന്ന ഒരു ഡീറ്റെയിൽസാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളിത് വാങ്ങിക്കരുത്, പണി കിട്ടും എന്ന്. അപ്പോൾ ആ ഡീറ്റെയിൽസിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് 100 വാട്ട് 200 വാട്ട്, അതായത് ഒരു ബർണറാണ് 100 വാട്ട്, 2 ബർണറാണ് 200 വാട്ട്. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ ചെറിയ ഇൻവെർട്ടർ പോലും 100-200 വാട്ടൊക്കെ കൊടുക്കുക. അപ്പം മറ്റേ ഗ്യാസ് സ്റ്റവ് കത്തുന്നതിന് കഴിഞ്ഞും വളരെ ശക്തമായ തീജ്വാലയാണ് ഇതിനകത്ത് വരുന്നതും. നിങ്ങളൊക്കെ കണ്ടിട്ട് കാണും, ഫേസ്ബുക്കിനകത്തും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇഷ്ടംപോലെ കാണും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ആർക്കാണെങ്കിലും അതിനൊരു ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നും, ഒരു താല്പര്യം തോന്നും. എനിക്ക് 1-2 10-20 പേരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അയച്ചു തരികയും ഇത് വാങ്ങിച്ചോട്ടെ എന്നോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് ഇത് വാങ്ങിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല ആൾക്കാരും എന്നോട് സംശയം ചോദിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന് ഒരു ബർണറുള്ളതിന് 1500 രൂപ, 2 ബർണറുള്ളതിന് 3000 രൂപ, ഇതൊക്കെയാണ് വില പറയുന്നത്. എന്നിട്ട് എനിക്ക് തന്ന മെസ്സേജിൽ എനിക്ക് കാണാനായിട്ട് സാധിച്ചത് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇത് ജപ്പാനിലുള്ള ഒരു പ്രത്യേക ടെക്നോളജിയാണ്. അവിടെ നിന്നും കൊണ്ടുവന്നിരിക്കുന്ന പ്രത്യേകതരം കോയിലുകളിലേക്ക് കറണ്ട് കടത്തി വിടുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ തീജ്വാലകൾ ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആളുകളൊക്കെ ഇങ്ങനെയുള്ള മെസ്സേജ് കൊടുത്തിട്ടാണ് ആൾക്കാരെ കൊണ്ട് ഈ പൈസ വാങ്ങിക്കുന്നവർ. അപ്പം നമ്മളുടെ നിന്ന് ഈ 1000 രൂപ അഡ്വാൻസ് 1000 രൂപയാണ് ഇവർ പറയുന്നത്. ആ അഡ്വാൻസ് 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഇത് ക്യാഷ് ഓൺ ഡെലിവറി ആണല്ലോ എന്ന് കരുതി ആൾക്കാർ കൊടുക്കും, ഈ 1000 കൊടുക്കും. പിന്നെ 2000 രൂപ വരുമ്പോഴല്ലേ കൊടുക്കുന്നുള്ളൂ എന്ന് കരുതും. പക്ഷേ പിന്നെ നിങ്ങൾക്ക് ഈ സാധനത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് പറയാനായിട്ട് നിങ്ങൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമാണ്, നിങ്ങൾ മേടിച്ചു. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒന്ന് ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുക, 2 ഓപ്പൺ ബോക്സ് ഡെലിവറി കൊടുക്കുക. എന്നിട്ട് എന്നെ ചെയ്യണമെന്ന് ചോദിച്ചാൽ സാധനം വന്ന് കണ്ടതിന് ശേഷം എല്ലാം അഴിച്ച് പരിശോധിച്ച് വർക്കിങ്ങും കാര്യങ്ങളും ഇത് ഒറിജിനലാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പൈസ കൊടുക്കുന്ന ഒരു ഓപ്ഷനാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക. ഇല്ലെങ്കിൽ ഏത് ദൈവം തമ്പുരാൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പൈസ ഒരു കാരണവശാലും അടയ്ക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അടയ്ക്കുന്നത് 100% നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാനായിട്ട് ഇടവരും എന്നുള്ളത് ഞാൻ തീർത്ത് പറയുകയാണ്. അങ്ങനെ ഒരു പ്രോഡക്റ്റും ഈ 1500 രൂപ 2000 രൂപ 3000 രൂപയ്ക്ക് ഈ ഒറിജിനൽ പ്ലാസ്മ സ്റ്റൗ നിങ്ങൾക്ക് തരാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. കൂടുതൽ പരസ്യവും വരുന്നത് ഈ ഇൻസ്റ്റാഗ്രാമിനകത്തും ഫേസ്ബുക്കിനകത്തുമാണ്. അതായത് യൂട്യൂബിനകത്തുനിന്ന് മിക്കവാറും ഇപ്പോൾ 2026 ആയപ്പോഴത്തേക്കും യൂട്യൂബ് നല്ല സ്ട്രിക്റ്റ് ആക്കി. ഇതുകൊണ്ട് ഉടായ്പ് പരിപാടികളൊന്നും യൂട്യൂബിനകത്ത് അങ്ങനെ ഓടുന്നില്ല. ഇങ്ങനത്തെ ഉടായ്പ് പാർട്ടികളും കൂതറകളും എല്ലാം കൂടി ഇപ്പോൾ മൊത്തം പോയേക്കുന്നത് ഫേസ്ബുക്കിനകത്തേക്കും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിനകത്തേക്കും പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് കൂടുതലും ഇതിൻ്റെ വിളയാട്ടം നടക്കുന്നത്. കംപ്ലീറ്റ് ഈ കള്ളപ്പരസ്യങ്ങളും പരിപാടിയും മുഴുവൻ ഇൻസ്റ്റാഗ്രാമിനകത്തും ഫേസ്ബുക്കിനകത്തും നിറഞ്ഞിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഒരു കാരണവശാലും അതിൽ നിന്നും കാണുന്ന പ്രോഡക്റ്റുകൾ മേടിക്കുകയാണെന്ന് വരികയിൽ വളരെയധികം ശ്രദ്ധിക്കണം. നല്ല 8ൻ്റെ പണി ഇൻസ്റ്റാഗ്രാമിനകത്തും ഫേസ്ബുക്കിനകത്തും കിട്ടും. എല്ലാ ഉടായ്പകളും ഇപ്പോൾ അതിനകത്താണ് ചേക്കേറിയേക്കുന്നത്. ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഒറിജിനൽ ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് ഇതിനകത്ത് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗം, ഇത് നമ്മൾ ഒറ്റ കാഴ്ച തന്നെ ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇതിനകത്ത് ഈ ആർക്ക് ജെറ്റുകൾ, ഇത് നിങ്ങൾക്ക് ഈ പിക്ചറിനകത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. സാധാരണ ബർണർ പോലെയല്ല വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു തീയുടെ ഒരു കളർ, നമ്മുടെ സാധാരണ ഇതിനകത്ത് വരുന്നതാണെങ്കിൽ നല്ല ബ്ലൂ നീല കളറിലായിരിക്കും നമ്മുടെ ഗ്യാസ് ആണ് കത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ ഫേക്ക് ആയിട്ട് കാണിക്കുന്നതിനകത്തും എല്ലാം നല്ല നീല കളറിലാണ് കത്തി. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഇതിനകത്തുനിന്ന് ഒരു നല്ല സൗണ്ട് ഉണ്ടാവും, അല്പം ചെറുതായിട്ട് ഇങ്ങനെ സ്പാർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഹിസ്സിങ് സൗണ്ട് ഉണ്ടാവും ഇത് കത്തുന്ന സമയത്ത്. ചെറുതായിട്ട് സ്പാർക്ക് വന്നതിന് ശേഷമാണ് ഇത് കത്തിപ്പിടിച്ച് കയറി വരുന്നത് തിരിച്ച് ചെയ്യുമ്പോൾ. അല്ലാതെ ഒറ്റയടിക്ക് ആളി സാധനം തീ പോലെ കത്തുമൊന്നും അല്ല വരുന്നത്. അപ്പം ഈ ആളി കത്തുന്നതിനകത്ത് വെക്കുന്നതൊക്കെ സംഭവം എന്ന് പറയും, ഇതുകൊണ്ട് ഇതുപോലത്തെ ചെറിയ കുറ്റിയുണ്ട്. ഇത് ഈ ഗ്യാസിൻ്റെ ആ ബർണറിൻ്റെ അടിയിൽ ഇവർ ആ ബോക്സിനടിയിൽ തന്നെ ഇങ്ങനത്തെ കുറ്റി ഒളിപ്പിച്ചിട്ട് ഇത് കുറേ സമയം കത്തി നിൽക്കും. ഇതേന്ന് കണക്ഷൻ കൊടുത്ത് വെച്ചിട്ടാണ് ഇവർ ഇത് സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ആൾ നിൽക്കുന്നത്. അപ്പം ഈ കാർട്ടൺ ബോക്സിനകത്ത് തന്നെ ഇരുന്ന ആളുന്നതിൻ്റെ കാരണം ഇവനാണ് അതിനകത്തിരിക്കുന്നത്. അത് നിങ്ങൾ ആദ്യമായിട്ടും
ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ തട്ടിപ്പുകളൊന്നും വീഴാതിരിക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ വർക്കിങ്ങിലേക്ക് പോകും. അതായത് ഇതിൻ്റെ ഒറിജിനൽ പ്ലാസ്മ സ്റ്റൗ ആണെങ്കിൽ വർക്കിംഗ് എങ്ങനെയാണ്, ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ആൾക്കാർക്കെല്ലാം വളരെ ഒരു കൗതുകമുള്ള ഒരു കാര്യമാണ്. കറണ്ട് കൊടുത്തു കഴിയുമ്പോൾ ഇതിൽ നിന്നും എങ്ങനെയാണ് തീജ്വാലയായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നും വരുന്നത് ശരിക്കും തീ ആണോ എന്ന് ചോദിച്ചാൽ തീ അല്ല, എന്നാൽ തീ പോലെ തന്നെയാണെന്ന് ചോദിച്ചാൽ തീ പോലെ തന്നെയായിരിക്കും ഇതെന്ന് വരുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അത് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഈ തീ പോലെ നിങ്ങൾ കാണുന്ന ഈ സംഭവമാണ് പ്ലാസ്മ. അതായത് നമ്മുടെ സൂര്യനുണ്ടല്ലോ, സൂര്യനിൽ ഉണ്ടാകുന്ന, ശരിക്കും സൂര്യൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്ലാസ്മ ഗോളമാണ് അല്ലെങ്കിൽ പ്ലാസ്മ ബോളാണ്. അതുപോലെ നമുക്ക് ഈ പ്ലാസ്മ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് ആ മിന്നൽ വരുന്നത് അത് പ്ലാസ്മയാണ് ശരിക്കും. അതുപോലെ നമുക്ക് പല വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 പോയിൻറ്റുകൾ, അതായത് പോസിറ്റീവ് നെഗറ്റീവിന് 2 പോയിൻറ്റുകൾ വെച്ചതിന് ശേഷം ഇതിലേക്ക് വളരെ ഹൈ വോൾട്ടേജ് ഹൈ ഫ്രീക്വൻസിയിൽ കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ വായു, അതായത് 2 പോയിൻറ്റുകൾ, ഇങ്ങനെ 2 പോയിൻറ്റുകൾ കൊടുത്തിരിക്കുകയാണെങ്കിൽ ഇതിനിടയിലുള്ള ആ വായു ഉണ്ടല്ലോ അത് അയസ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മോളിക്യൂളുകൾ തകർന്ന് അതിനകത്ത് ഇലക്ട്രോണുകൾ സ്വതന്ത്രമാകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അന്നേരം എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ ഈ വായു കണ്ടക്റ്റീവായി പോകും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വായു ഇതിനകത്തുകൂടി കറണ്ട് കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വായു കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് കണ്ടക്റ്റീവായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനുള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ഇതിനെയാണ് നമ്മൾ ആർക്കെന്ന് പറയും. അപ്പോൾ കറണ്ട് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന അയോണൈസ് ചെയ്ത വായുവാണ് ശരിക്കും പ്ലാസ്മ എന്ന് പറയുന്നത്. അതായത് ആ വയലറ്റ് കളറിൽ തീകോളം പോലെ നമ്മൾ കാണുന്ന ഒരു സാധനം. അത് അപ്പോൾ ഖരം, ദ്രാവകം, വാതകം, അതിനുശേഷം 3 അവസ്ഥകളിന് ശേഷം 4ാമതുള്ള ഒരു നമ്മുടെ അവസ്ഥയാണ് ശരിക്കും ഈ പ്ലാസ്മ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏകദേശം കണ്ടാൽ തീ പോലെ തന്നെ തോന്നും, പക്ഷേ അത് തീയല്ല. അപ്പോൾ നമുക്ക് ഈ പ്ലാസ്മ സ്റ്റൗവിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ്, ഇത് നമുക്ക് നോക്കാം. അപ്പം ആദ്യമേ നമുക്ക് ഗുണങ്ങൾ തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിന് പൊല്യൂഷനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അധികമില്ല. കരിയും പുകയും ഒന്നും ഇല്ലാതുകൊണ്ട് ഇത് പ്രവർത്തിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ചട്ടികൾ, പാത്രങ്ങൾ, നമ്മുടെ മൺപാത്രങ്ങൾ, അലുമിനിയം പാത്രങ്ങൾ, അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് സാധാരണ ഒരു സ്റ്റൗവേൽ ഉപയോഗിക്കുന്ന ഏത് വസ്തുക്കൾ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് വെച്ച് നമുക്ക് ചൂടാക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഹൈലൈറ്റായിട്ട് നമുക്ക് പറയാവുന്ന രണ്ടാമത്തെ ഒരു ഗുണം. അതുപോലെ തന്നെ ഇത് ഫാസ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യും. നമ്മുടെ മറ്റേ സ്റ്റൗവിൽ വെക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് കുക്കിംഗ് തന്നെയാണ്, വളരെ പവറാണ് ഇതിൻ്റെ ഈ പ്ലാസ്മയ്ക്കുള്ളത്. പിന്നെ ഇതിൻ്റെ ദോഷങ്ങൾ, പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് തന്നെ വരുന്നത് ഇതിൻ്റെ പ്രൈസാണ്. ഏറ്റവും നല്ല വില വരും ഇതിന്. പിന്നെ രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ വൈദ്യുതി ഉപയോഗം അല്പം കൂടുതലാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നമാണ്. അതായത് ഈ പ്ലാസ്മ കത്തി നല്ല രീതിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1500 വാട്ട് 2000 വാട്ട്സ് ഒക്കെ നമുക്ക് എടുക്കും. ഒന്നാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് ആർക്ക് സൗണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ഹിസ്സിങ് സൗണ്ടിനുണ്ടാവും. ഇതിൻ്റെ ആർക്ക് ജെറ്റ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സ്വരമാണ്. അത് ഒരു ചെറിയൊരു സ്വരം സാധാരണ സ്റ്റൗകൾക്കുള്ളതിനെ കഴിഞ്ഞ് വ്യത്യസ്തമായിട്ട് ഒരു സൗണ്ടിനുണ്ടാവും. 4ാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ഉള്ളൊരു പ്രശ്നമാണ് ഇതിൻ്റെ ഒരു UV ഔട്ട്പുട്ട് വരുന്നുള്ളത്. അൾട്രാ വയലറ്റ് കിരണങ്ങൾ നമ്മൾ അടുത്ത് പോയി ഒരുപാട് സമയം നോക്കുന്നതൊക്കെ മാത്രമേ കുഴപ്പമുള്ളൂ, അല്ലാതെ വെറുതെ പാകം ചെയ്താൽ ഒന്നും ഒരു പ്രശ്നമില്ല. പിന്നെ അതിനൊരു പ്രൊട്ടക്ഷൻ ഗ്ലാസ്സൊക്കെ അതിനകത്ത് വെക്കാനായിട്ട് പല കമ്പനികളും ഇറക്കുമ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടുന്ന ഒരു പ്രശ്നമില്ല, ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഉള്ള ഒരു ചെറിയൊരു പ്രശ്നമാണ് അതിൻ്റെ ഒരു മണം ഉണ്ടാവും, ഇതിനകത്ത് ഒരു ഗന്ധം ഉണ്ടാവും. അതായത് ഇതിനകത്ത് ഈ ഓസോൺ വാതകം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് നമുക്ക് ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ചെറുതായിട്ട് ഈ ഓസോൺ വാതകത്തിൻ്റെ ഒരു ഗന്ധം, അതിൻ്റെ ഒരു ഗന്ധം എന്താണെന്ന് നമുക്കത് ശരിക്കും പറഞ്ഞാൽ അത് എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല. ഒരു ഇലക്ട്രോണിക് മണം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സംഭവമാണ്. അത് അറിഞ്ഞിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അതിൻ്റെ ഗന്ധം എന്താണെന്നുള്ള അറിയാൻ പറ്റത്തുള്ളൂ. നിങ്ങളീ പഴയ നിങ്ങളുടെ TV ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ TV വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആ പുറകിലെ കപ്പിനകത്ത് ചെറുതായിട്ട് ഈ ആർക്കിംഗ് ഉണ്ടാകുന്നുണ്ടെന്ന് വരികില്ല, അവിടെ നിന്ന് ഈ ചെറിയൊരു സൗണ്ട് വരും, ഹിസ്സിങ് സൗണ്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ പ്ലാസ്മ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നൊരു മണം ഇങ്ങനെ വരും. അത് നിങ്ങൾക്ക് അവിടെ TVയുടെ അവിടെ ഇങ്ങനെ മണത്ത് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് നമ്മൾ അടുത്ത് നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു കാര്യമാണ്. അതായത് 1 ലിറ്റർ വെള്ളം നമ്മൾ 2000 വാട്ടിൻ്റെ ഒരു കെറ്റിലിനകത്ത് വെച്ച് ചൂടാക്കുന്നതാണോ, ഇൻഡക്ഷൻ കുക്കറിനകത്ത് വെച്ച് നമ്മൾ ചൂടാക്കുന്നതാണോ, ഒരു ഇൻഫ്രാറെഡ് സ്റ്റൗവിൽ വെച്ച് നമ്മളത് ചൂടാക്കുന്നതാണോ, അതോ ഈ പ്ലാസ്മ സ്റ്റൗവിൽ ചൂടാക്കുന്നതാണോ, ഏതാണ് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും സ്പീഡായിട്ട് ചൂടാകുന്നത്? അതായത് നമ്മൾ എല്ലാത്തിലും കൊടുക്കുന്നത് 2000 വാട്ടിൻ്റെ ഉപകരണമാണ് എല്ലാ സാധനവും. അപ്പം എടുക്കുന്ന കറണ്ട് ഒരേപോലെ ആയിരിക്കില്ല, 2000 വാട്ടാണല്ലോ. അപ്പോൾ അതിൽ നിന്നും എത്ര സമയം കൊണ്ട് ഏറ്റവും ആദ്യമേ ഏതായിരിക്കും ചൂടായി കിട്ടുന്നത്, അതിനാണ് ഏറ്റവും എഫിഷ്യൻസി നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ വെള്ളം മാത്രമാണ് നമ്മൾ നോക്കുന്നത്, മറ്റ് പാചകങ്ങൾക്കല്ല നമ്മൾ നോക്കുന്നത്. വെള്ളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ എഫിഷ്യൻസി കിട്ടുന്നത് ഏറ്റവും സ്പീഡിൽ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് ഒന്നാമത് തിളയ്ക്കുന്ന കെറ്റിലായിരിക്കും. അതായത് അതിനകത്ത് നേരിട്ട് ഡയറക്റ്റ് നമുക്ക് ഇതായതുകൊണ്ട് തന്നെ കെറ്റിലായിരിക്കും ഒന്നാമത് വരുന്നത്. 2ാം സ്ഥാനത്ത് നമുക്ക് വരുന്നത് ഇൻഡക്ഷൻ കുക്കറായിരിക്കും. 3ാം സ്ഥാനത്തായിരിക്കും വരുന്നത് നമ്മുടെ പ്ലാസ്മ സ്റ്റൗവ്. 4ാം സ്ഥാനത്ത് നമ്മുടെ ഇൻഫ്രാറെഡ് സ്റ്റൗവും വരുന്നതായിരിക്കും.
അപ്പോൾ ഇതിന് 3ാം സ്ഥാനമേ ഉള്ളൂ എന്ന് പറഞ്ഞു തന്നാലും ഇതിൻ്റെ ഫാസ്റ്റായിട്ടുള്ള ഇതിൻ്റെ വർക്കിങ്ങും അതേപോലെ തന്നെ നമുക്ക് ഏത് പാത്രങ്ങൾ വേണമെങ്കിലും വെക്കാമെന്നുള്ളതൊക്കെ കൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം നല്ലൊരു പ്രചാരം പൊതുവായിട്ട് വിപണിയിൽ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. കറണ്ട് ഒരല്പം കൂടുതൽ എടുക്കുമെങ്കിലും ഇത് ഫാസ്റ്റായിട്ട് നല്ലപോലെ തന്നെ ഹീറ്റായി വരും. പിന്നെ നമുക്ക് ഇതിനകത്ത് ഞാൻ അതിൻ്റെ ദോഷങ്ങൾ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വിട്ടുപോയ ഒരു കാര്യം കൂടി ഞാൻ പറയാനായിട്ട് ഉണ്ട്. അതെന്താ വെച്ചാൽ നമുക്ക് ഇതിന് സർവീസ് ഒരു പ്രശ്നമാണ്. കാരണം ഇപ്പം ചൈനയിലാണ് കൂടുതൽ, ഇപ്പം മറ്റെല്ലാ രാജ്യങ്ങളിലൊക്കെ പരീക്ഷണം നടത്തുന്നില്ല, ഏറ്റവും കൂടുതൽ ഇത് പ്രൊഡക്ഷൻ നടക്കുന്നത് ചൈനയിലാണ്. ഒരു കമ്പനികളുള്ളത് ചൈനയിലാണ്. അപ്പോൾ അവിടെ നിന്നും ഈ സാധനം നമുക്ക് ഇവിടെ ഇന്ത്യയിലേക്ക് എത്തിച്ച് ഇവിടെ നമ്മൾ വിപണനം കാര്യങ്ങളൊക്കെ വരും, പല കമ്പനികളും ഇത് നടത്തും. പക്ഷേ അപ്പോൾ ഇതിനകത്തുള്ള ഒരു പ്രശ്നം നമുക്കിതിൻ്റെ സർവീസും കാര്യങ്ങളും അത് ചൈനയിൽ നിന്നുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് വളരെയധികം അവൈലബിൾ അല്ലാതെ ഉള്ള സാഹചര്യത്തിൽ നമുക്കിതിന് സർവീസും കാര്യങ്ങളും കിട്ടുക എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനൽ കാണുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളോടൊപ്പം നിൽക്കുക. നമുക്ക് ഇതേപോലെ നല്ലൊരു അടിപൊളി വീഡിയോയിൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.